ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സ്ത്രീകൾക്ക് എന്തുമാത്രം കഴിവുണ്ടെന്നറിയാവോ? അത് സൈക്കോളജിസ്റ്റുകളും ഒക്കെ പറയുന്ന വലിയ വലിയ ഗവേഷകരൊക്കെ പറയുന്ന കാര്യങ്ങളാട്ടോ. പക്ഷേ ഇഷ്ടംപോലെ കഴിവ് ഒരു വീട്ടമ്മയാണെങ്കിൽ തന്നെ ഒരു വീട് കൊണ്ടു നടക്കുന്ന ഒരു കമ്പനി കൊണ്ടു നടക്കും പോലെ തന്നെയല്ലേ അല്ലേ? എന്തോരം കാര്യങ്ങൾ ചെയ്താണ്, എന്തോരം ആലോചിച്ച് പറിക്കുകയാണ്. പക്ഷേ മറ്റുള്ളവരെന്തോ ചാപ്പ കുത്തി വെച്ച കണക്കാണ്. കാരണം നിന്നെ കൊണ്ട് കഴിവില്ല, നീ അതിന് കൊള്ളില്ല, നിന്നെ കൊള്ളില്ല എന്നിങ്ങനെയുള്ള അത് മാത്രമാണ് ഇവരുടെ മനസ്സിൽ അശരീരി പോലെ ഇങ്ങനെ കിടക്കും. പിന്നീട് അവർ അതങ്ങ് തീരുമാനിക്കും, എന്നെക്കൊണ്ട് കൊള്ളില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന്. ശരിക്കും നമ്മൾ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഒരിടത്തും എത്തില്ല എന്നേ. നമ്മൾ തീരുമാനിക്കുക, നമുക്കുള്ള കഴിവുകളെ നമ്മൾ പുറത്തെടുക്കുക, എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ കഴിവുണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ പുറകെ വന്നോളും. നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ലാതെ നമുക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല, എന്നെക്കൊണ്ട് കൊള്ളില്ല എന്നിങ്ങനെ നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മളെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലേ. അല്ലെങ്കിൽ അവളെന്തിനു കൊള്ളാം, അല്ലെങ്കിൽ അവളെ കൊണ്ട് അവരൊന്നും സാധിക്കില്ലടാ, നീ പോയി ചെയ്യുക എന്നിങ്ങനെ പറയും. നമ്മളെ എല്ലായിടത്തു നിന്നും മാറ്റി നിർത്തും ഇല്ലേ. ചെറുപ്പം തൊട്ട് നമ്മളെ അങ്ങനെയാണ്. പക്ഷെ നമ്മളൊരു ബലഹീനയായിട്ടാണ് നമ്മളെ കുഞ്ഞിലേ തൊട്ട് പണ്ട് കാലത്ത്, ഇപ്പോൾ അതിൽ കൂടുതൽ പെൺപിള്ളേർ അംഗീകരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ അങ്ങനെ വളർന്നു വന്നുകൊണ്ടുണ്ടല്ലോ, ആരെന്ത് പറഞ്ഞാലും അത് കേൾക്കുക, ആരെന്ത് ഒരു തല്ല് തന്നു അത് മേടിക്കുക, തിരിച്ചു കൊടുക്കാൻ അവകാശമില്ല. ഒരു കടയിൽ പോയി സാധനം മേടിക്കണം, അതിന് അവകാശമില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, അതിന് അവകാശമില്ല. അറ്റ്ലീസ്റ്റ് ഒരു മരത്തെ കയറി ഒരു പേരയ്ക്ക പറിക്കണോ, അതിന് പോലും പെൺകുട്ടികൾ തയ്യാറാകില്ല. പെൺകുട്ടികൾ തയ്യാറല്ല, അയ്യോ കയറണ്ട വീഴും. ഒരു പറമ്പിപ്പണിക്ക് ഇന്നിപ്പോൾ പണിയെടുക്കുന്ന പെണ്ണുങ്ങളുണ്ട് കേട്ടോ, എന്തെങ്കിലും ഒരു പണിക്ക് ഇറങ്ങുമ്പോഴത്തേനും ഉടനെ പറയും, നിന്നെ കൊണ്ട് കൊള്ളില്ലടി, നീയും കയറിപ്പോരെ എന്ന് പറയും. ആ സമയത്ത് ജീവിതത്തിൽ വേറെ മാർഗ്ഗമില്ലാതെ വരുമ്പോഴാണ് പല പെൺകുട്ടികളും പണിക്കൊക്കെ പോകുന്നത്. കാരണം പലരുടെയും വാക്കുകൾ ധിക്കരിച്ച് തന്നെ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശരിയാണോ ഞാൻ ഈ പറഞ്ഞത്? തീരുമാനിച്ച് ചിന്തിച്ചു നോക്കി നിങ്ങൾ. നമ്മൾ ഇറങ്ങുക, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി എന്ത് പണിയും ആണുങ്ങൾ ചെയ്യും പോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ബുദ്ധി കൂടുതൽ നമുക്കുണ്ട് പെണ്ണുങ്ങൾക്ക്. അതിനിറങ്ങി പുറപ്പെടുക. ഞാൻ സ്ത്രീകളെ ഉദ്ധരിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, എങ്കിലും നമുക്ക് കിട്ടിയ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ മാറി നിൽക്കരുത്. നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാമെന്നേ. ഈ ലോകം അങ്ങനെയാണ്. നമ്മളൊന്നിനും പുറകിലോട്ട് മാറി നിൽക്കാതിരിക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ നല്ല മാന്യമായിട്ട് അന്തസ്സായിട്ട് ജീവിച്ചു പോകും, അവളുടെ മക്കളെയും വളർത്ത്. അവളുടെ മുമ്പിൽ പിന്നെ ഒരു ഒറ്റ കാര്യം ഉണ്ടായിരിക്കുള്ളൂ, ജീവിക്കണം, മക്കളെ വളർത്തണം എന്ന്. എന്നാൽ ഒരു ഭർത്താവായ ഒരാൾ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തന്നെ ജീവിക്കാൻ ഭയങ്കര പാടാണ്. അയാൾക്ക് പിന്നീട് ഈ ഭാര്യേനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചു വന്നു, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ പെങ്ങന്മാർ, ഇതല്ലാണ്ട് അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലാണ്ട് വരും. പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം സ്ത്രീകൾ ചെയ്യുക. അതേപോലെ മൾട്ടി ബുദ്ധിയാണ് സ്ത്രീകൾക്കുള്ളത്. ഈ മറ്റേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനത്തിൽ സ്ത്രീകൾക്ക് ബുദ്ധിയില്ലാത്തവൾ എന്നൊക്കെ നമ്മൾ സ്ത്രീകളെ വിളിക്കില്ലേ, ബ്രെയിനകത്ത് എങ്ങാണ്ട് 9% എങ്ങാണ്ട് ആണുങ്ങളെക്കാളും കുറവുള്ളൂ. പക്ഷേ ബുദ്ധിശക്തിയിൽ പെണ്ണുങ്ങൾ 1ാം സ്ഥാനത്താണെന്നാണ് പറയുന്നത്. ബുദ്ധി ഭയങ്കരമാണ്. അതുകൊണ്ടാണ് അവർ പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കഴിവുകളുള്ള സാധനങ്ങളാണ് സ്ത്രീകൾ. അതേപോലെ നമ്മളൊന്ന് ഓർത്ത് നോക്കി, ഓരോ കാര്യങ്ങളും പഠിപ്പിക്കാൻ ഒരു ടീച്ചറെക്കാളും ബുദ്ധിയുള്ളതാണ് സ്ത്രീകൾ ഇല്ലേ. എവിടെയും സഹനശക്തിയോടുകൂടി സഹിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കാണ് കൂടുതൽ. ഒരു പുരുഷന്മാർ സഹിക്കുമോ? നമ്മൾ ഈ അമ്മായിമ്മ പോര്, മരുമകൾ പോര് എന്നൊക്കെ പറയും. ഏതെങ്കിലും വീട്ടിൽ അമ്മായിയമ്മയും മരുമകനുമായിട്ട് പോര് കൂടിയിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മ വിജയിക്കുമോ? ഇല്ല, അവിടെ പരാജയപ്പെടും. ശരിയല്ലേ? പോയി പണി നോക്ക് തള്ളേ എന്ന് പറയും ഇല്ലേ. അതല്ലേ സാധാരണ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾ അത് അനുഭവിക്കുന്നത്? അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കണം, ഈ ലോകം ഇങ്ങനെയാണ് ഇല്ലേ. അപ്പം അതിലൊരു മാറ്റം വരുത്തേണ്ടി സ്ത്രീകൾ തന്നെ വിചാരിക്കണം, അല്ലാണ്ട് വേറെ ആര് വിചാരിച്ചില്ല. അവനവൻ തന്നെ തീരുമാനിക്കണം എന്ത് ഞാൻ ചെയ്യണം. മറ്റുള്ളവരുടെ കുത്തുവാക്ക് കേൾക്കുമ്പോഴും മറ്റുള്ളവരുടെ ആട്ടും കേൾക്കുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ, എനിക്കറിയാം പല സ്ത്രീകളും അവർ ഈ ഗർഭിണിയായിരിക്കുമ്പോഴും ഒക്കെ വീട്ടിൽ ഭയങ്കരമായിട്ട് പണിയിപ്പിക്കണം അമ്മമാരുണ്ട്, അമ്മായിമ്മമാർ. അവരെ കൊണ്ട് പെര തുടപ്പിക്കുക, അവരെ കൊണ്ട് കുനിഞ്ഞു നിർത്തി അടുപ്പിക്കുക, നല്ലതാന്നും പറഞ്ഞൊരു വാക്ക് അവരുടെ മേലെ അടിച്ചേൽപ്പിച്ചേക്കുകയാണ്. അതൊക്കെ ചെയ്യുന്ന നല്ല എക്സസൈസാണെന്നും പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കുകയാണ്. ശരിയായിരിക്കാം, പക്ഷേ അവർക്ക് വയ്യായ്യോടുകൂടിയാണ് അവർ ചെയ്യുന്നതെന്ന് അവർ ക്രൂരമായിട്ടുള്ള ഒരു പീഡനം പോലെ ചെയ്യുന്ന അമ്മായിമാർ, കൃത്യസമയത്ത് പരമാവധി വിനിയോഗിക്കുന്ന അമ്മായിമ്മമാരുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യുന്നവരുണ്ട്. മരുമകൾ വന്നു കഴിയുമ്പോൾ കൊണ്ടുവന്ന സ്വർണം കുറവാണെന്നും പറഞ്ഞ് അടുത്തുള്ളവരെ താരതമ്യപ്പെടുത്തി അവരെ കുത്തുവാക്ക് പറയുന്നവർ എത്രയോ സ്ത്രീകളുണ്ട്. സ്ത്രീധനം കുറവാണെന്നും പറഞ്ഞ്
എന്തോരം പെണ്ണുങ്ങൾ അനുഭവിക്കുന്നത്. മൂക്കി പല്ല് കെളുത്തിട്ട് ആരുടെ സ്വത്തൊന്നും ഇവിടെ വേണ്ട, അല്ലെങ്കിൽ നീ പോന്നപ്പോൾ നിൻ്റെ വീട്ടിൽ നിന്നുള്ളത് നീ ഇനി ചെന്ന് അവിടെ നിന്ന് കിട്ടുമോ, കിട്ടേണ്ട സമയത്ത് മേടിച്ചെടുക്കുക, ഇങ്ങനെയുള്ള കുത്തുവാക്കുകൾ. ഇത് സ്വർണ്ണമല്ല മുക്കുവണ്ടമാണ്, സ്വർണ്ണമല്ല കിട്ടിയേക്കണേ എന്നിങ്ങനെ പറയണവർ. നിനക്ക് വല്ല കഞ്ഞിയും കറിയും വെക്കാൻ അറിയാവോ, നിൻ്റെ തള്ള എന്നെ നിന്നെ പഠിപ്പിച്ചു വിട്ടേക്കണേന്ന് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പറയുന്ന വാക്കുകൾ. ചില സഹോദരിമാർ പറയും എൻ്റെ സഹോദരൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് പറയും. പിന്നെ നമ്മളായിട്ടാണോ പഠിപ്പിച്ചു വിടുന്നത്? കല്യാണം കഴിച്ച പെണ്ണാണോ ഇത്? അയ്യോ ഞങ്ങളുടെ സഹോദരങ്ങൾ പാവ കേട്ടോ, ഞങ്ങളുടെ സഹോദരൻ പാവ എന്ന് പിന്നെ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണാണോ ഭയങ്കരി? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഭാഗത്തേക്ക് മാത്രം ഒരു ന്യായീകരണം വരുമ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കും. പല പെണ്ണുങ്ങളും മിണ്ടില്ല, അത് കേട്ട് മനസ്സിലാക്കി അങ്ങ് വെക്കുകയുള്ളൂ, ഇല്ലേ? പലരും അതൊന്നും കേട്ടില്ല എന്ന ഭാഗത്ത് നിന്ന് തീരുമാനിക്കും. ഭർത്താക്കന്മാർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്ന അമ്മായിയമ്മയും നാത്തൂമാരും ഉണ്ട്, ഇല്ലേ? ഭർത്താക്കന്മാരിപ്പം പോയി കുറേ കടബാധ്യത ഉണ്ടായി കള്ള് കുടിച്ചു അല്ലെങ്കിൽ പെണ്ണ് പിടിച്ചു എന്ത് കേസ് പിടിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ അവർ ചെയ്യില്ലാന്നേ, അതെന്തോ പറ്റിയതാന്ന് പറഞ്ഞു വരുമ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടുകാരായിരിക്കും അതിന് ഉത്തരവാദി എന്നുള്ള രീതിയിൽ പറഞ്ഞൊപ്പിക്കണവരും ഉണ്ട്. ചില പെണ്ണ് വീട്ടുകാരും ഫസ്റ്റാട്ടോ, അതും കൂടെ പറയാതിരിക്കാൻ വയ്യില്ല. ചെറുക്കന്മാർക്ക് ദുരിതങ്ങൾ മാത്രം കൊടുക്കുന്ന ചില പെണ്ണ് വീട്ടുകാരും ഉണ്ട്. എങ്കിലും അധികമായിട്ടും വരുന്നത് ഈ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നാണ്. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കണം, നമ്മൾ ഒരു കുടുംബത്തിൽ ചെന്ന് കഴിയുമ്പം ആ കുടുംബത്തിൽ വരുന്ന പെൺകുട്ടീനെ അവൾക്കറിയത്തില്ലാത്ത വേറെ സാഹചര്യം നമ്മളൊന്ന് നോക്കി, എന്ത് ദുരിതം പിടിച്ച ഒരു ജീവിതമാണ്. ഒരു പെണ്ണ് വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് പറിച്ച് വേറൊരു വീട്ടിലേക്ക് നടുകയാണ്. എന്ത് സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് പോകുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. അവിടെ എങ്ങനെയാണോ ആരാണോ എന്താണോ എന്നും അറിയാൻ മേലാതെ നമ്മൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പം നമ്മൾ കണ്ണൂർക്കോ അല്ലെങ്കിൽ ഇടുക്കിയിൽ നിന്ന് കണ്ണൂർക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡിനോ ഒക്കെ കല്യാണം കഴിച്ച് വിടുന്ന അവസ്ഥ, യാതൊരു പരിചയവും ബന്ധവും നാട് പോലും തമ്മിൽ വ്യത്യാസമുള്ള നാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ രീതിയിലുള്ള പെരുമാറ്റവും കൂടെ ആണെങ്കിലോ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, എന്തൊരു ദുരിതമായ ജീവിതമായിരിക്കും അവരുടേന്ന്. ഇതിൽപ്പരം വല്ല ദുരിതമുണ്ടോ? നമ്മളെന്നിട്ട് പറയും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ, മരുമകളെ മകളായിട്ട് കണ്ടാൽ പോരെ. ഇതൊന്നും നടപടിയില്ലാന്നേ. നമ്മൾ പറച്ചിൽ വാക്ക് മാത്രമുള്ളൂ. 1, 2, 3 കുടുംബത്തിൽ നടന്നു എന്നിരിക്കും. എല്ലാ കുടുംബത്തിലും അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. എല്ലാ കുടുംബത്തിലും എന്ത് ദുരിതങ്ങളാണെന്നറിയാൻ അനുഭവിക്കുന്നത്. കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്ന പെൺകുട്ടികൾ വരെയുണ്ട്. വീട്ടിലെ ചോറ് പോലും കൊടുക്കില്ല അവർക്ക്. നമുക്കറിയില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോരുത്തർ അവനവൻ്റെ നമ്മുടെ വീട്ടിലെ സാഹചര്യം വെച്ച് നമ്മൾ കാണരുത്. മറ്റുള്ളവരുടെ വീട്ടിലെ സാഹചര്യം കൂടെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ എന്തൊരു ദുരിതങ്ങളാണെന്ന്. ഒരു ഭക്ഷണം കഴിക്കാൻ, ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ എന്താ പറയുക, ഒരു കുഞ്ഞുണ്ടായി പോയിട്ട് ദുരിതം അനുഭവിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പലരും കല്യാണം കഴിക്കുന്ന എന്തിനാ? വേണമെങ്കിൽ കല്യാണം കഴിക്കാം, അതാണ് അവരുടെ കാഴ്ചപ്പാട്. എല്ലാവർക്കും നിർബന്ധമാണെങ്കിൽ കല്യാണം കഴിച്ചാൽ എന്ന രീതിയിലാണ്. അങ്ങനെയൊന്നും ആണുങ്ങൾ കല്യാണം കഴിക്കാൻ പോകരുത്. നമുക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ നമുക്ക് താല്പര്യവും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാവുള്ളൂ. അല്ലാത്തവനൊന്നും കല്യാണം കഴിക്കാണ്ട് ജീവിക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ പെൺകുട്ടികൾ എടുക്കുന്ന തീരുമാനം പോലെ തന്നെ. ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഇച്ചിരിയുടെ വിവരം വെച്ചപ്പോഴാണ് അവരങ്ങനെ പറയുന്നത്. കാരണം ഈ നാട്ടിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പം എങ്ങനെ കല്യാണം കഴിക്കും? ഒളിച്ചോടാനല്ലേ തോന്നുള്ളൂ. ഈ ലോകത്തു നിന്ന് പോകാനേ അവർക്ക്, ഈ നാട്ടിൽ നിന്ന് പോകാനേ അവർ ശ്രമിക്കുകയുള്ളൂ. കാരണം അതുപോലത്തെ അവസ്ഥയാണ്. എന്തിനാ മറ്റാർക്കോ വേണ്ടിയിട്ട് കല്യാണം കഴിക്കും പോലെ കഴിക്കും. പിന്നെ അവൻ എന്തോ ഒരു ഭാര്യേനെ നോക്കും. ആർക്കോ വേണ്ടിയിട്ട് അവൻ കല്യാണം കഴിക്കും. അവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്തണം, അവൻ്റെ അച്ഛനമ്മയ്ക്ക് പറ്റില്ലാതെ വരും അവരെ നോക്കണം, ഇയാളുടെ തുണി അലക്കണം, ഇയാൾ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ വസ്ത്രങ്ങൾ അലക്കണം, ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കണം. ഇതൊക്കെയല്ലേ ഉള്ളൂ. അല്ലാണ്ട് തന്നെ ആ പെണ്ണിനുള്ള ഒരു ഗുണം. ഇത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറഞ്ഞു പോകണം കേട്ടോ. അപ്പം നമ്മളൊക്കെ തീരുമാനിക്കുക എന്തിനു വേണ്ടി, നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്. അത് നല്ലതാണെങ്കിൽ മാത്രം നമ്മളിങ്ങനെ ഒരു ജീവിതകാലം മുഴുവൻ നമ്മുടെ കുട്ടികൾ രണ്ടാമത്താണ് ഒരു തീരുമാനമാണ്. അല്ലാണ്ട് ആദ്യം നമ്മൾ തീരുമാനം നമ്മുടെ ഭാര്യ ഭർത്താവ്, നമ്മളതിനുള്ള പക്വത എത്തിയോ, നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ആണ്, അവരുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം, നിങ്ങൾ കല്യാണം കഴിച്ച ആ 10ാം മാസത്തിൽ തന്നെ പ്രസവിക്കാതിരിക്കുക. കാരണം ഒരു 2 വർഷം കൊണ്ട്, ഇത് തെറ്റാണോ ശരിയാണെന്ന് എനിക്കറിയാം, 2 വർഷം ആകുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ആ കുടുംബത്തിൻ്റെ രീതിയും അവരുടെ സ്വഭാവവും നമുക്ക് മനസ്സിലാക്കും. ഈ 10ാം മാസം പ്രസവിക്കുമ്പോൾ 10 മാസം കഴിയുമ്പോൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് നമുക്ക് ട്രോഫിയായിട്ട് കിട്ടിയിരിക്കും. പിന്നെ ആ കുഞ്ഞിനെയും കൂടെ വളർത്തണമല്ലോ എന്നോർത്ത് നമ്മുടെ ജീവിതം നരകതുല്യമാക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, എപ്പോഴാണെങ്കിലും ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് മക്കളെ നോക്കുക.
അല്ലാതെ എടുത്തു ചാടി മക്കളും ഉണ്ടായി പിന്നെ ദുരിതം കളിക്കണേക്കാളും ഭേദമല്ല. ആ കുഞ്ഞും കൂടെ പെട്ടുപോവല്ലേ. അത് അവൻ വല്ലതും അറിയണ്ടോ ഈ ലോകത്തേക്ക് വരുമ്പോൾ? അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ ലോകത്തേക്ക് വരുന്ന ഒരു കുഞ്ഞും നിഷ്കളങ്കര. അത് ഈ മാതാപിതാക്കളായി ഉണ്ടാക്കി വയ്ക്കുന്ന ദുരിതങ്ങൾ മുഴുവൻ അനുഭവിക്കുന്ന പിന്നീടാണ്. എന്ത് കാര്യമാണെങ്കിലും, ചീത്തപ്പേരാണെങ്കിലും, ഭാര്യ ഭർത്താക്കൾ തമ്മിൽ അടിയാണെങ്കിലും, കടബാധ്യതയാണെങ്കിലും എന്തും അനുഭവിക്കുന്ന ആരാ? ഈ മക്കളാണ്. അപ്പം നമ്മൾ തീരുമാനിക്കണം നമുക്കിത് വേണോ വേണ്ടയോ എന്ന്. പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ ഓർത്ത് നോക്കിയാൽ ഓടിച്ചാടി തുള്ളി നടന്ന വീടുകളിൽ സ്വന്തം വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി അനുഭവിച്ചു വന്ന പെൺകുട്ടികൾ ഒരു കല്യാണത്തോടു കൂടി പോയി മാറണം മാറ്റം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പിന്നെ സംസാരം കുറവാകും, വീട്ടിലെ പണികളെല്ലാം ചെയ്യാൻ പഠിക്കുന്നു. ഒന്നും അറിയാൻ പാടില്ലാത്ത കുട്ടി എന്തെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു ചോദിച്ചും അല്ലാതെയും പഠിക്കുന്നു. മക്കളെ വളർത്താൻ പഠിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ടല്ലേ. ആ സമയത്ത് ഭർത്താക്കന്മാർ ഇത് പഠിക്കുന്നുണ്ടോ? ഒരു മാറ്റമില്ല. അവളുടെ ആ ജീവിത രീതി തന്നെ അവൾ മാറ്റിക്കളയും. എന്തോ ഒരു ചിലപ്പം ഒരു 2 വർഷം കൊണ്ട് 2 മക്കളെ വളർത്തുന്ന പെൺകുട്ടികളുണ്ട് അല്ലേ. ആ മക്കളുടെ ഇടയ്ക്ക് കിടന്ന് ഈ മക്കളുടെ അടി ഇടി കുത്ത് ഓട്ടം ചാട്ടം ഇതെല്ലാം സഹിച്ച് ഇങ്ങനെ വളർത്തുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്, ദൂരം കുട്ടികളുണ്ട്. നമുക്കും കൂടെ സങ്കടം വരും. ഒരക്കത്ത് കുഞ്ഞും മറ്റേക്കത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചിനെയൊക്കെ എടുത്ത് നടക്കുന്ന പെൺകുട്ടികളെ നമുക്ക് കാണാൻ. കുഞ്ഞു പ്രായത്തിൽ ഓടിച്ചാടി കളിച്ചുകൊണ്ട് നടന്ന പെൺകുട്ടികളാണെന്ന് ഓർക്കണം. ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നതാണെങ്കിലും ഇതല്ലേ ജീവിതം എന്ന് ചോദിച്ചാലും ഇതിലൊക്കെ ഇല്ലേ ഒരു അർത്ഥവും കൂടെ ഒന്ന് മനസ്സിലാക്കണ്ടേ. ആരെങ്കിലും ഹെൽപ്പിന് ചെയ്യുന്നുണ്ടോ? ഹെൽപ്പ് ചെയ്യാത്ത എത്രയോ മാതാപിതാക്കളുണ്ടെന്നറിയാവോ? കൊച്ചുമിറ്റത്ത് കിടന്ന് കരഞ്ഞാൽ പോലും ഒന്ന് എടുക്കാത്ത എത്രയോ അമ്മമാരും അച്ഛന്മാരും ഉണ്ടെന്നറിയാവോ? ദേടി കൊച്ചു കരയുന്നു എന്നിങ്ങനെ വിളിച്ചു പറയുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ ഓരോന്ന് പ്രതികരിച്ചു പോകും. അതേപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും എടി മീൻ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുള്ളൂ. ഒന്ന് പേര് പോലും വിളിക്കാത്ത എത്രയോ മാതാപിതാക്കൾ. എടി വാടി ബോഡിന്ന്. ഭർത്താക്കന്മാരും അത് തന്നെ. ഒന്ന് പേര് വിളിക്കില്ല. എടി അതിങ്ങ് ചെയ്തോ, എടി ഷർട്ട് ചോദിച്ചു വെച്ചിട്ടുണ്ടോ. എന്തേ ഇവരുടെ കൈ തന്നെ കപ്പ പറിക്കാൻ പോയേക്കോണോ അതോ കശുവണ്ടി പറിക്കാൻ പോയേക്കോണോ? അവനും ചെയ്യേണ്ട കാര്യങ്ങൾ അവനും ചെയ്യാം. നമ്മൾ കുഞ്ഞിലെ മക്കളോട് പറയും ഒരു ഇല എടുക്കേണ്ട പ്രായത്തിൽ ഇല എടുപ്പിക്കണം എന്ന് ഇല്ലേ. അത് തന്നെയല്ലേ ഇവിടെയും. അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവനവൻ ചെയ്യണം. അതാണാണേലും പെണ്ണാണേലും ഏത് ഭർത്താവാണേലും ഭാര്യയാണേലും നമുക്ക് ചെയ്യാനുള്ള ഉത്തരം. അച്ഛനാണേലും അമ്മേനാണേലും അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. അവർക്ക് പറ്റും പോലെ വടിയും കുത്തിപ്പിടിച്ചാണ് ചില കാരണവന്മാർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർ എത്രയോ പേരുണ്ട്. കുടുംബം നന്നായിട്ട് നോക്കുന്ന കാരണവന്മാർ എത്രയോ പേരുണ്ട് ഇല്ലേ. എല്ലാവരും ഒന്നും ഈ ഗണത്തിൽപ്പെടുന്നവരൊന്നുമല്ല. എല്ലാവരും മോശക്കാരുമൊന്നുമല്ല കേട്ടോ കാരണവന്മാർ. അന്തസ്സായിട്ട് കുടുംബം നോക്കുന്ന മരുമകളെ സ്വന്തം മകളെ പോലെ നോക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ടെന്നറിയാവോ. ചിലത് മാത്രം ഈ തലതെറിച്ച ഓരോന്നുങ്ങൾ ഇടയ്ക്കിടയ്ക്കുണ്ട്. അതുങ്ങൾ സർവാംഗ മാതാപിതാക്കളുടെ പേര് കളയുന്ന രൂപത്തിലുള്ള ചില ഭർത്താക്കന്മാരുമുണ്ട്. നന്നായിട്ട് ഭാര്യമാരെ നോക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ചിലതുണ്ട് കുടുംബത്തിൻ്റെ പേരും കളഞ്ഞ് എന്തെന്നാ പറയണേ ആ പെണ്ണ് ജീവിതകാലം മുഴുവൻ നരകം അനുഭവിക്കുന്നത്. ഇതൊക്കെ പിന്നെ പോയാലും അനുഭവിക്കാതെ ഒന്നും വരില്ല കേട്ടോ. ഇവരൊക്കെ ഓർക്കും രക്ഷപ്പെട്ടു പോയി, ഇനി ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ വരില്ല എന്നൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ ഇതിനൊന്നും ഇത് കണക്ക് തീർക്കാതെ ഈ ലോകത്തൊന്നും അവർ പോവില്ല. അതാണ് വേറൊരു കാര്യം. ഇഷ്ടം പോലെ അനുഭവങ്ങൾ കേട്ടതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ ഇങ്ങനെ എത്രയോ അമ്മായിമ്മമാരെയും അമ്മായി അച്ഛന്മാരെയും ഭർത്താക്കന്മാരെയും കണ്ട് എത്ര സഹോദരങ്ങളുടെ കണ്ടിട്ടാണെന്നറിയാവോ. ഈ സങ്കടം വരും ചില സമയത്ത്. ഓരോ സ്വർണത്തിൻ്റെ പേരിലായി, സ്വത്തിൻ്റെ പേരിലായി, അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പേരിലായി ഇങ്ങനെ പീഡിപ്പിക്കുന്നവർ, ജോലിയില്ലാത്തതിൻ്റെ പേര്, വിദ്യാഭ്യാസത്തിൻ്റെ പേരിലായി ഒക്കെ. ഇവരൊക്കെ എവിടെ വായി നോക്കിക്കൊണ്ടാണ് ഈ കല്യാണം കഴിച്ചത് നമ്മൾ ചിലപ്പോൾ ഓർക്കും ഇല്ലേ. ചിലപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കും ഇതൊക്കെ എവിടെ നോക്കിക്കൊണ്ട് ഇവർ ഇങ്ങനെ വന്ന് ബന്ധത്തിലേക്കാണ്. ആവശ്യമില്ലാത്തവൻ കല്യാണം കഴിക്കരുതെന്നേ, അതാ വേണ്ടത്. ആവശ്യമില്ലാത്തവർ ഇതിനൊന്നും ഈ പണിക്ക് പോകാതിരിക്കുക. അത്രേ പറയാനുള്ളൂ. ചില സമയം നമ്മൾ പൊട്ടിപ്പോയി. ആ ഏറ്റുമാനൂർ എനിക്ക് ആ ഷൈനി, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോകുമ്പോഴായിരുന്നു അവിടെ ശവടക്ക് പോലീസും പത്രക്കാരും ഉള്ള ജനങ്ങളും എന്ന് റോഡ് മുഴുവൻ കൂടി ഇന്ന് ചർച്ചകളാണ്. ചുങ്കമ്പള്ളിയിൽ അതിൻ്റെ സംസ്കാരം നടക്കുന്ന സമയത്ത് ഒന്നോർത്ത് നോക്കിക്കേ. ഒരു പെൺകുട്ടിയുടെ ജീവിതം, അതാ നല്ല സുന്ദരി കുട്ടികളായ 3 പേരും എന്ത് രസമാണ് കാണാൻ. രസത്തിന് വല്ല കാര്യം ഉണ്ടായോ അവിടെ? അത്രയും പ്രായമായെന്നവരെ ആ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ട് ആ പെണ്ണിൻ്റെ അവസ്ഥ ഒന്ന് ഓർത്തുകയെ. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറച്ച് പേരും നമ്മൾ എന്നാ പറയണേ, പറഞ്ഞാൽ അധികമായി പോകും. ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എനിക്കങ്ങ് ഈ സ്ത്രീകളോട് ചെയ്യുന്ന എല്ലാ സ്ത്രീകളെ അല്ല കേട്ടോ, കുറച്ച് സ്ത്രീകളെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കുറച്ച് സ്ത്രീകൾ മാന്യമായി കഷ്ടപ്പാട് ദുരിതങ്ങളും അനുഭവിക്കുന്നത്
കുറച്ച് സ്ത്രീകൾ പോക്ക് കേസാണ്, അത് വേറെ കാര്യം. എല്ലാവരും ഇതിനകത്ത് പെടുത്താനും പറ്റില്ല. കുറച്ച് പേരെ മാത്രം നമുക്കിതിനകത്ത് പെടുത്താം. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബൈ.